ഇപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി നടത്തിയെന്ന് വെച്ചാൽ ഒരു സിനിമ കാണിക്കുകയാണ്. സിനിമ കാണിക്കുകയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അതിൽ ഈ ഫ്രെയിംസിന്റെ ഇടയിൽ 1/16 ഓഫ് എ സെക്കൻഡ് മാത്രമല്ല നമ്മുടെ കണ്ണിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1/16 വേഗത്തിൽ 1/16 ഓഫ് എ സെക്കൻഡിലും താഴെ ഒരു മുഖം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ആ മുഖം ആക്ച്വലി കിട്ടും, പക്ഷെ പെർസെപ്ഷൻ നടക്കില്ല. റെറ്റിനയിൽ പതിയും, പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യില്ല. ഇറ്റ് ഹസ് കം, സ്റ്റിമുലസ് വന്നിട്ടുണ്ട്, പക്ഷേ യു ഡോണ്ട് അത് പെർസെപ്ഷനിലോട്ട് പോകുന്നില്ല, പെർസീവ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 1/16 ഓഫ് എ സെക്കൻഡിൽ താഴെ വന്നത് നമ്മളെ സ്വാധീനിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കും, കാരണം നമ്മൾ പ്രോസസ്സ് ചെയ്തില്ലല്ലോ, ബ്രെയിൻ പ്രോസസ്സ് ചെയ്തില്ല. പക്ഷെ അല്ല, ഇത് ഒരു വളരെ രസകരമായിട്ടുള്ള സ്റ്റഡിയിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു സിനിമ കാണിക്കുന്നതിനിടയിൽ 1/16 ഓഫ് എ സെക്കൻഡിൽ താഴെ ഇതിനിടയിൽ ചുമ്മാ കുറേ മുഖങ്ങൾ കാണിച്ചു, കുറേ മുഖങ്ങൾ വെറുതെ കാണിച്ചു വിട്ടു. അതിനുശേഷം ഇവര് കൺട്രോൾ ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. ഇവര് സ്റ്റഡിയിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റേറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറേ മുഖങ്ങൾ കൊടുത്തിട്ട് ഈ മുഖങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത് ആരോടാണ്, ന്യൂട്രലായിട്ട് ആരോടാണ് തോന്നുന്നത്, ഇഷ്ടക്കേട് തോന്നുന്നത് ആരോടാണ് എന്ന് പറഞ്ഞ് ഒരു റേറ്റിംഗ് നടത്താൻ വേണ്ടി പറയാണ്. അത്ഭുതകരം എന്ന് പറഞ്ഞാൽ ഈ സബ്ലിമിനലായിട്ട് ഇവർ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. മിയർ എക്സ്പോഷർ എഫക്റ്റ് എന്ന് പറയുന്നതിനാണ്. മിയർ എക്സ്പോഷർ എഫക്റ്റ് എന്ന് ഗൂഗിൾ ചെയ്താലാണ് കറക്റ്റ് ഇതിന്റെ സ്റ്റഡി കിട്ടുക. അപ്പൊ മിയർ എക്സ്പോഷർ എഫക്റ്റ് കാരണം ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഒരു പരിചയമുണ്ടല്ലോ, ആ പരിചയത്തിന്റെ പുറത്തൊരു ഇഷ്ടം ജനങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി ഇതിന്റെ ഡേഞ്ചർ. ഇലക്ഷന്റെ തൊട്ട് മുമ്പേ നമ്മളൊരു സൂപ്പർ ഹിറ്റ് സിനിമ ഇറക്കുകയാണെന്ന് വിചാരിക്കാം. ആ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ഇടയിൽ ഇതുപോലെ നിങ്ങൾക്ക് വോട്ട് കൂടുതൽ പിടിക്കണം എന്നുള്ള നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഇങ്ങനെ ഇടയിൽ കയറ്റിവിട്ടു. വോട്ടർമാരെ അറിയുപോലുമില്ല, അവർ സ്വാധീനിക്കപ്പെടും. ഇതൊക്കെ വളരെ ചെറിയ പണ്ടത്തെ സ്റ്റഡിയാണ്. ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ ഇതിനപ്പുറത്തെ പലതും ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുമുണ്ട്. മനുഷ്യന്റെ മനസ്സ് വളരെ വളരെ ഫ്രജൈലും നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വൾണറബിളുമാണ്. സ്വാധീനിക്കാൻ സാധിക്കും, വഴിതിരിച്ചു വിടാൻ പറ്റും, വയലന്റ് ആക്കാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെയും കോർ എന്ന് അല്ലെങ്കിൽ ആയുധം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെ ഇരിക്കും. ഈ ഏറ്റവും വികാരാധീനമായിട്ട് നമ്മുടെ നാട്ടിൽ കാണാം, ഏറ്റവും വികാരാധീനരായിട്ട് വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ ഏതൊക്കെ വിഷയങ്ങളിലാണെന്നും കൂടെ നോക്കിയാൽ അറിയാം. മിക്ക കാര്യങ്ങളും അവനവന്റെ ഒരു അച്ചീവ്മെന്റോ അല്ലെങ്കിൽ അവനവന്റെ ഒരു ഏർണിങ്ങോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കില്ല. വസിയത്തായിട്ട് കിട്ടിയ കാര്യങ്ങളിലായിരിക്കും പലപ്പോഴും ഇമോഷണൽസ് കൂടുതൽ വരിക. അതായത് ഞാൻ നേടിയതല്ല, ഞാൻ അർഹിക്കുന്നതല്ല, അർഹിക്കാതെ കിട്ടിയ കാര്യങ്ങളല്ല. ഏതാ, നമ്മൾ ജനിച്ചു വീണ നാട് ചുമ്മാ നടന്ന കാര്യം, അത് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമല്ല. ഞാൻ ജനിക്കുന്ന രാജ്യം, നാട്, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചു വീഴുന്ന കുടുംബം, ജാതി, മതം, ഇതൊന്നും നിങ്ങൾ ചൂസ് ചെയ്യുന്നതല്ല. പക്ഷെ അതിന്റെ പാരഡോക്സ് നോക്കൂ, ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും ഇമോഷണലി വൾണറബിൾ. നിങ്ങളെ ചൊറിഞ്ഞു വിടാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പം ഇത്തരം കാര്യങ്ങളാണ്. അതേസമയം നിങ്ങൾ അർഹതയോടെ നിങ്ങൾ നേടിയെടുത്ത ഒരു കാര്യം, സംതിങ് ഫോർ വിച്ച് യു ഹാവ് വർക്ക്ഡ്, നിങ്ങൾ ഏൺ ചെയ്ത കാര്യമാണെങ്കിൽ അതിലിങ്ങനെയൊന്നും വലിയ ഇതൊന്നും, കാരണം യു നോ അത് നിങ്ങൾ അതിനകത്ത് സ്ട്രഗിൾ ചെയ്ത് വന്നതാണ്. യു ഡോണ്ട് ഹാവ് ടു ഡിഫെൻഡ് ഇറ്റ് ഓൾസോ, യു നോ ദാറ്റ്, യു ആർ കോൺഫിഡന്റ് ഓഫ് ഇറ്റ്. പിന്നെ നമ്മളുടെ സബ് കോൺഷ്യസിലുള്ള ഇത്തരം വൾണറബിലിറ്റീസും ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ്, ഇതിനെ ചൂഷണം ചെയ്യുന്നതാണ് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ what I would really request this organization to do, ഈ കൗൺസിൽ ടു ഡു is to look at the positive side. ഇതിനകത്ത് ഇതേ ശാസ്ത്രം നമുക്ക് നല്ല കാര്യങ്ങൾക്ക് എത്രയോ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഡെവലപ്മെന്റ്, ദാറ്റ്സ് വൺ സീരിയസ് ഏരിയ, ഡെവലപ്മെന്റ്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു വളരെ ശക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇന്റർവെൻഷൻ ആവശ്യമുള്ളൊരു മേഖലയാണ് ഡെവലപ്മെന്റ്. കാരണം നമ്മൾ ഇന്നും എന്തുകൊണ്ടോ പൊതുവെ മലയാളികളുടെ കാഴ്ചപ്പാടിൽ സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ കുത്തകയാണ്, ദുഷ്ടനാണ്, എന്തോ ഒരു നമ്മൾ ഉപദ്രവിക്കാൻ വരികയാണ് എന്ന രീതിയിൽ ആരായി പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ് ഈ സ്വകാര്യ മേഖല. വൺ തിങ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ്, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ, നാട്ടിലെ, ലോകത്തിലെ എല്ലാവരും സ്വകാര്യ മേഖലയാണ്. നിങ്ങളും ഞാനും ഒക്കെ സത്യത്തിൽ സ്വകാര്യ മേഖല തന്നെയാണ്. യു ആർ എ പ്രൈവറ്റ് സിറ്റിസൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ഈ ഒരു ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പോലും ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് എപ്പോഴാണ്? ഒരു കോൺട്രാക്ടർ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുമ്പോഴാണ്. കോൺട്രാക്ടറാണ് ആദ്യത്തെ കല്ല് വെക്കുന്നത്, അവൻ ശത്രുവൊന്നുമല്ല. ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരു ഡെവലപ്മെന്റ് നടക്കത്തുള്ളൂ. പ്രോഫിറ്റ് ഉണ്ടാവണം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ലാതെ ഒരു ബിസിനസ് നടക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ഇൻസെന്റീവ്. ഇൻസെന്റീവ് ഇല്ലാതാണെങ്കിൽ എന്നാൽ പിന്നെ ശമ്പളവും വേണ്ടല്ലോ.
ശമ്പളവും ആവശ്യമില്ല, കൂലിയും വേണ്ട. എന്നാൽ പിന്നെ ആർക്കും ഒന്നും വേണ്ടല്ലോ. ഇൻസെൻറ്റീവ് സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത് എഗെയിൻ നേരത്തെ പറഞ്ഞ സൈക്കോളജിയുടെ ഭാഗമാണ്. നമുക്ക് ഇൻസെൻറ്റീവ് ഇല്ലെങ്കിൽ ആരും ഒന്നും ചെയ്യില്ല. ഇൻസെൻറ്റീവ് സ്ട്രക്ചർ തെറ്റിയത് കൊണ്ടാണ് പലപ്പോഴും പല പ്രോജക്റ്റുകളും നടക്കാതെ പോകുന്നതും. നമ്മളങ്ങ് അസ്യൂം ചെയ്യും ഇതങ്ങ് നടന്നു പോകുന്നു, ചുമ്മാ എഴുതി വിട്ട് കഴിഞ്ഞാൽ അങ്ങ് നടക്കട്ടെ, ഇത് ഇവിടെ ഇത്ര യോഗങ്ങൾ കൂടട്ടെ, ഇവിടെ വികസനം വരട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതി വിടുന്നത് നമ്മൾ കാണാം. ചില പദ്ധതികളൊക്കെ അതിന്റെ ഡ്രാഫ്റ്റ് കാണുമ്പോഴേ നമുക്ക് പറയാം ഇപ്പം നടന്നു തന്നെയാണ്. കാരണം അതിനകത്ത് ദർ ഇസ് നോ ഇൻസെന്റീവ് സ്ട്രക്ചർ. ആരെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് ചെയ്താൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്, ഇൻസെന്റീവും ഡിസെൻസെന്റീവും ഒക്കെ വേണമല്ലോ. ഇപ്പം ഈ സ്ട്രക്ചറിങ് ഒക്കെ വന്ന് ഇത് ന്യായമാണ്, ഇങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ജോലി ഉണ്ടാവണം, ആൾക്കാർക്ക് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം വേണം. ഇവിടുന്ന് യുവാക്കൾ ഓടിപ്പോകേണ്ട കാര്യമില്ല. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കും. ആൻഡ് യു ഫീൽ ദറ്റ് ഒരു പോസിറ്റിവിറ്റി വേണം. ഈ ടോക്സിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ രാവും പകലും ആടിയും തേറിയും ചീത്ത പറച്ചിലും വയലൻസ് ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഹൂ വാണ്ട്സ് ടു ലിവ് ദെയർ? നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്ത് ഗുണ്ടാ വിളയാട്ടമുള്ളൊരു ഏരിയ ആണെങ്കിൽ നിങ്ങൾ പയ്യെ അവിടുന്ന് താമസം മാറാനേ നോക്കുള്ളൂ. മനുഷ്യനെല്ലാം അങ്ങനെയാണ്. ഇഫ് യു ഹാവ് എ ചോയ്സ് ദേ വിൽ എക്സസൈസ് ദറ്റ് ചോയ്സ്. ആ ചോയ്സ് ഇന്നുണ്ട്. പണ്ട് കാലത്താണെങ്കിൽ ഗതി കെട്ടിട്ട് ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു ആൾക്കാർ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. നാട്ടുകാർ പോയിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്താ കുഴപ്പമൊന്നും കൂടെ ചിന്തിക്കണം. ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള ആ ഏജിലുള്ള യുവാക്കളും യുവതികളും ഇവർ പൊക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എപ്പോഴും നടക്കുന്ന ആ ഒരു ഏജ് പീരീഡിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്. അല്ലാതെ കൊച്ചുകുട്ടികൾക്കും റിട്ടയർ ചെയ്ത് എന്താ പറയുക നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരും ദേ ഡോണ്ട് കോൺട്രിബ്യൂട്ട് ടു ദ ഇക്കണോമി ഇൻ ദാറ്റ് സെൻസ്. അവർ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അവരല്ല ഇക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രൈവ് ചെയ്യുന്ന ആ വിഭാഗം നമ്മുടെ നാട്ടിൽ നിന്ന് പൊക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഇൻ ഡീപ് ട്രബിൾ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വി നീഡ് കമ്മ്യൂണിക്കേഷൻ. അതും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എല്ലാ അർത്ഥത്തിലും. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, പൊതുസമൂഹം ഗവൺമെന്റിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ ഒരു കൺവെൻഷണൽ PR-ന് അപ്പുറം പോകേണ്ടതും മൈൻഡ് ചേഞ്ചിങ് ആയിട്ടുള്ള നമ്മുടെ തോട്ട് പ്രോസസ്സിന് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിങ്ങിലൊക്കെ അതിലേക്കൊക്കെ എത്തിച്ചേരേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. വിച്ച് റിക്വയർസ് എ ലോട്ട് ഓഫ് സയൻസ് ഓൾസോ. ഇതിനകത്ത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ്. അല്ലാതെ ഇത്ര പത്രക്കുറിപ്പുകൾ കൊടുത്തു, ഇത്ര ഫോട്ടോസ് അവിടെ വരുത്തി എന്ന് പറയുന്ന ആ ഒരു പഴയ രീതിയിലുള്ള PR കോൺസെപ്റ്റ് ഒക്കെ പൊളിച്ച് ശാസ്ത്രീയമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ തിരിയേണ്ട കാലം അതിക്രമിച്ചു. അപ്പൊ ആ രീതിയിലുള്ള ചിന്തയും അത്തരത്തിലുള്ള റിസർച്ചും അത്തരത്തിലുള്ള ഡിസ്കഷൻസും ഒക്കെ സാധ്യമാവുന്ന രീതിയിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു കൗൺസിൽ നമ്മുടെ നാട്ടിലും വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഡിസ്കഷൻസിലേക്ക് നമ്മൾ എലിവേറ്റഡ് ആവേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻസും എലിവേറ്റഡ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഇൻസ്റ്റലേഷനെ കാണുന്നത്. ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.